എനിക്ക് പാര വെച്ചിട്ടുള്ളത് അധികവും മലയാളികൾ തന്നെയാ. ഇപ്പോ മലയാളി എന്ന് കേട്ടാ മനുഷ്യന് പേടിയാവുക ചെയ്യണേ. അപ്പോ കുറേ സുന്ദരികളും സുശീലകളുമായ മാണിക്യ കല്ലുകൾ ഇങ്ങനെ മുന്നിൽ നിൽക്കുകയാണ് അല്ലെ. ഒന്നാമത് പെൺകുട്ടികളെ കാണുമ്പോഴേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു കാരണം എന്താ വെച്ചാല് എനിക്ക് 3 കൊച്ചന്മാരാണ്. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. പെൺകുട്ടികളില്ല, പഠിച്ചോൻ തന്നിട്ടില്ല. 3 കൊച്ചന്മാരെയാണ് തന്നത്. എന്നെ കളിയാക്ക അനങ്ങില്ല ഞാൻ. നീ കഴിക്കുകയാണെങ്കിൽ നീ അവളെയും കഴിപ്പിക്കുക, നീ ധരിക്കുമ്പോൾ നീ അവളെയും ധരിപ്പിക്കുക എന്നാ പറയണത്. ആര് പറഞ്ഞതാ? ഞാൻ പറഞ്ഞതാ? ആരേ പറഞ്ഞത്? നിക്ക് ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകളാണ്. എന്റെ പൊന്നു താത്ത അറിയാൻ വേണ്ടിട്ട് ഒരു കാര്യം പറയാണ്. ഒരു ഭാര്യയും ഭർത്താവും കൂടി ഇങ്ങനെ പോവാ. അപ്പൊ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഓളാടന്നോട്ടെ. ഹബീബായ തങ്ങൾ കെട്ടാൻ ആഗ്രഹിച്ചു പോയാൽ ആ ഭർത്താവ് തൊലാക്ക് ചൊല്ലൽ നിർബന്ധമാണ്. തൊലാക്ക് അപ്പ ചൊല്ലിക്കൊള്ളും. ഞാനൊരു വികാര ജീവിയാണ്. എന്താ സംശയം? മാനവരിൽ മഹോന്നതനാണ് എന്ന് നിങ്ങൾ മുഹമ്മദ് നബിയെ പാടി പുകഴ്ത്തുമ്പോൾ മാനവരിൽ മഹോന്നതന്റെ ശരിയായ ലീലാവിലാസങ്ങൾ, കുൽസിത പ്രവൃത്തികൾ എന്തൊക്കെ എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഇമാതിരി സാധനങ്ങളൊക്കെ നമ്മൾ പുറത്തേക്ക് ഇടും. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് പിന്നെ ആരെ പറഞ്ഞത് പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യം ഇല്ല അല്ലെ? ജെൻഡർ ന്യൂട്രാലിറ്റി, ലിബറലിസം, ഇതൊക്കെ എന്താ പുതിയ ഡിക്ഷണറിയിൽ പുതിയ കൊണ്ടുവന്ന കുറെ വേർഡ്സ് ആണ് അല്ലേ? നമ്മള് കുറെ കേട്ട് മടുത്തൂലേ ഈ വേർഡ്സ് ഒക്കെ? കുട്ടിക്കാലത്ത് കാരണവന്മാര് പള്ളിക്കൂടത്തിൽ പറഞ്ഞു വിടുമ്പോ പറങ്ങാണ്ടി പറക്കാൻ പോയാലിങ്ങനെ എണ്ണി വാടും. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെടുത്ത് ആരെങ്കിലും പറയുമ്പോ നമ്മളെ കൊളീഗ്സ്, നമ്മളെ ക്ലാസ്മേറ്റ്സ് ഒക്കെ ജെൻഡർ ന്യൂട്രാലിറ്റി അല്ലേ ഇപ്പോ, പിന്നെന്താ നീ ഇങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ആക്ച്വലി എന്താണ് അത്, അതിനുള്ളിലുള്ള ഹിഡൻ അജണ്ട എന്താണ്, അത് എങ്ങോട്ടാണ് പോകുന്നത്? ആക്ച്വലി ഇസ്ലാം എത്രത്തോളാണ് സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ളത്? മണ്ടിപ്പെണ്ണെ, നീ എന്തിനാ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണേ? നീ സ്ഫടികമാണ്, സൂക്ഷിക്കേണ്ടതാണ്. അയ്യടാ ഞാൻ പലപ്പോഴും ചിന്തിക്കും, നമ്മള് മത്തി വെക്കല്ലോ, അയിലയും മത്തിയൊക്കെ വെക്കില്ല, ചാളയൊക്കെ വെക്കില്ല. അതാരെങ്കിലും ലോക്കറിൽ വെക്കാറുണ്ട്? സ്വർണ്ണക്കടയിലെ സ്വർണ്ണം ലോക്കറിൽ വെക്കുന്ന പോലെ വെക്കാറുണ്ടോ? എന്താ വെക്കാത്തത്? എന്തൊരു ചോദ്യമാണ്. ടെക്സ്റ്റൈൽസിലെ എല്ലാ ഡ്രസ്സും ഉണ്ടോ വാരിയിട്ട് ലോക്കറിൽ വെച്ച് പൂട്ടല്? പക്ഷെ സ്വർണം വാരിയിട്ട് ലോക്കറിൽ വെച്ച് പൂട്ടുന്നു, ഇരുമ്പ് ഭൂമിക്കടിയിലാക്കി. എന്റെ ചോദ്യം, ഭൂമിക്കടിയിൽ സ്വർണം കുഴിച്ചു വെക്കുന്നത് സ്വർണത്തിന് മൂല്യം ഉള്ളതുകൊണ്ടാണോ മൂല്യം ഇല്ലാത്തതുകൊണ്ടാണോ? മൂല്യമുള്ളതിനെയാണ് മറച്ചു വെക്കുക. പെണ്ണ് മൂല്യമുള്ളതാ, അതുകൊണ്ടാ മറച്ചു വെക്കാൻ പറയുന്നത്. വിവരം വേണം, അല്ലെങ്കിൽ വിവരമുള്ളവരുടെ കാറ്റെങ്കിലും തട്ടണം. ശരീരശാസ്ത്രം പഠിച്ച അമേരിക്കയിലെ സയൻസ് അധ്യാപകർ പറയുന്നത് അറിയോ? പെണ്ണിന്റെ നരയാന്റെ മുകളിൽ ഒരു അവൾ ഇട്ടിരിക്കുന്ന ഒരു ഡ്രസ്സ് അല്പം പൊന്തിയാൽ അവളെ മടമ്പ് കണ്ടാ മതി പുരുഷനോളെ ഇമേജ് ചെയ്യാൻ. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അപ്പൊ നിങ്ങൾക്കറിയോ, 5 വയസ്സുള്ള പെൺകുട്ടികൾ വരെ ബലാത്സംഗം ചെയ്യപ്പെടുന്ന ഒരു കാരണം ആധുനിക ഫാസ്റ്റ് ഫുഡുകള്, അതായത് ആധുനിക ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് തടിച്ചു വെളുത്ത പെണ്ണ്. എന്നിട്ട് നമ്മളെന്ത് ചെയ്യും? ഇവിടെ ഇങ്ങോട്ട് കാണിക്കുന്ന ഡ്രസ് ഇടും. ഇന്ന് മക്കളെയൊക്കെ എടുത്തിട്ട് ഒരു സ്ത്രീ ട്രെയിനില്ലേ? ഞാൻ പറയുന്നത്, നിങ്ങൾ സയൻസ് പറയുന്നത് പഠിക്കണം. അല്ല, ഈ കൈത്തണ്ടയൊക്കെ കാണിച്ച് കച്ചൊക്കെ കാണിച്ച് എല്ലാം കാണിച്ചിട്ടൊരു പെണ്ണ് പുരുഷനെ പറ്റി പഠിച്ചിട്ട് പറയുന്നത് അവന്റെ ഹോർമോൺ സ്ത്രീയേക്കാൾ 10 ഇരട്ടി ഉയർന്നു നിൽക്കും. ആ ഹോർമോൺ ഹൈയിലേക്ക് എത്തി എങ്ങനെ അറിയോ? കാഴ്ച കാണും തോറുമാണ്, സ്ത്രീയുടെ സൗന്ദര്യം കാണും തോറുമാണ്. അത് കാണും തോറും വികാരത്തിന്റെ സമ്മിറ്റിലേക്ക് അവൻ എത്തും. അങ്ങനെ എത്തുമ്പോ പിന്നെ അവനൊരു വികാരി ജീവിയാണ്. അവന്റെ വിവേകം ബ്രെയിൻ നഷ്ടപ്പെടും. പിന്നെ അവനോട് പറയുന്ന മെസ്സേജ് എന്നറിയോ? 5 വയസ്സുള്ള കുട്ടിയെ പറ്റി അവന്റെ മനസ്സിലെന്നറിയോ? പെണ്ണേ, എന്റെ ആവശ്യം പൂർത്തീകരിക്കാൻ പറ്റിയ ഇറച്ചി കഷ്ണമാണ് നീ. നാണോ ഇല്ല ഇയാൾക്ക്? സ്ത്രീകൾ എന്നും എന്റെ വീക്ക്നെസ് ആയിപ്പോയി. തുറന്നു പറയാലോ, ഞാനൊരു സ്ത്രീലമ്പടന. കണ്ടാലും തോന്നുന്നു. കാര്യം വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇമാതിരി എഴുന്നള്ളിപ്പുമായിട്ട് ഈ വഴിക്ക് വരരുത്. വെറുതെ എന്തിനാ മമ്മദിന് മൂക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത്? മൂപ്പർ അവിടെ ആ ശവക്കല്ലറയിൽ സുഖമായിട്ട് കിടന്നുറങ്ങട്ടെ. ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നുമാറിയോ? KFCയുടെ പരസ്യത്തിന് കോഴികൾ ഇറങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും? അതെന്താ? ഇതാ ഒരു നീണ്ട കഥ, നീണ്ട കഥ. ഭർത്താക്കന്മാരറിയാതെ, ഭാര്യമാരറിയാതെ മറ്റു പല ബന്ധങ്ങളും നിലനിർത്തുന്ന എത്ര ആളുകളാ തലിച്ചോക്കൂ. ഒട്ടും എണ്ണം കുറവല്ല. ഏറ്റവും കൂടുതൽ ഡൈവേഴ്സ് നടക്കുന്നത് അതിന്റെ പേരിലായിരിക്കും. നോക്ക്, നിസ്സാരമായിട്ട് തള്ളരുത്. ഇത് നമ്മുടെ പ്രസ്റ്റീജ് ഷൂസാ. പക്ഷെ സംഗതി അതല്ല. ഭർത്താവ് ഉണ്ടാവും, ചെലവൊക്കെ നോക്കാൻ, പൈസ അയച്ചു തരാൻ ഒരാള്. അപ്പുറത്തോ ചേട്ട ചെയ്യാൻ സുഖല്ലേ എന്ന് ചോദിക്കാൻ ഒരാള്. എന്നെ കാണാൻ എന്ത് ഭംഗിയാന്ന് പറയാൻ ഒരാള്. നിന്റെ സ്വഭാവം നല്ല രസാന്ന് പറയാൻ ഒരാള്. ഈ ഇല്ലാതെ നിനക്ക് പറ്റൂല എന്ന് പറയാൻ അപ്പുറത്തൊരാള്. അവൾക്ക് എന്തെങ്കിലും ഒന്ന് ഒരിക്കൽ കണ്ടാ മതി. നല്ല മെമ്മറിയാ. മമ്മിയുടെ മെമ്മറി കൊള്ളാം. താങ്ക്സ്. അപ്പൊ ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്ന് അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധമായ
എല്ലാ സ്ത്രീകളെയും അല്ലെങ്കിൽ വിവാഹിതരായിട്ട് കുടുംബജീവിതം നയിക്കുന്ന സ്ത്രീകളെയൊക്കെ സാമാന്യവൽക്കരിച്ചുകൊണ്ട് ഇവരൊക്കെ അവിഹിതത്തിന്റെ ആൾക്കാരാണ് എന്ന് ആണ് പ്രഖ്യാപിക്കുകയാണ്. അതെ, വിടില്ല ഞാൻ. അത് ഇസ്ലാമിലെ കുടുംബജീവിതം ഏറ്റവും ഭദ്രമാണ് അല്ലെങ്കിൽ ഏറ്റവും മഹത്തരമാണെന്ന് സ്ഥാപിക്കണമെങ്കിൽ ഇസ്ലാമികേതരമായ കുടുംബജീവിതങ്ങളെല്ലാം മോശമാണെന്ന് ആദ്യം സ്ഥാപിക്കണം. നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ വലിയ വര ചെറിയ വര സിദ്ധാന്തമാണ്. മിസ്റ്റർ നായർ, സത്യമാണ് പറയുന്നത്. അപ്പോ ഇസ്ലാമിന്റെ വലിയ വര പ്രത്യക്ഷമാകണമെങ്കിൽ മറ്റുള്ളതൊക്കെ ചെറിയ വരകൾ, അതിന്റെ ചുറ്റും കുറെ ചെറിയ വരകൾ വരച്ചിടണം. അപ്പൊ അതിന് കുറച്ച് ഭാവനാ സങ്കല്പങ്ങൾ ഉണ്ടാക്കുകയാണ്. അപ്പൊ ഇത് നേരത്തെ ആണും പെണ്ണും പരസ്പരമുള്ള വിശ്വാസത്തെ കുറിച്ചാണ് പറഞ്ഞിരുന്നെങ്കിൽ ഭർത്താക്കന്മാർ അറിയാതെയുള്ള ഭാര്യമാരുടെ ബന്ധങ്ങളെക്കുറിച്ചും ഭാര്യമാരെ വഞ്ചിക്കുന്ന ഭർത്താക്കന്മാരെ കുറിച്ചും പൊതുവിലാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ എത്തിയപ്പം ഇവര് മുഴുവനായിട്ട് സ്ത്രീകളെ മേലെയാണ് പറയുന്നത്. ചെലവിന് തരാന് ഭർത്താവ്, സുഖമില്ലെന്ന് ചോദിക്കാൻ വേറൊരാള്. അതൊരു പുതിയ സംഭവമല്ലല്ലോ. അതുകൊണ്ട് മനസ്സിലാക്കുക, ഹറാമാണ്, തെറ്റാണ്, വ്യഭിചാരമാണ്. അത്തരം തെറ്റുകളിലേക്ക് പോകുമ്പോൾ അതൊക്കെ മനസ്സിന് സുഖം കിട്ടുന്ന കാര്യങ്ങളാ അല്ലേ? കാരണം ഡോപ്പാമൈൻ ഉണ്ടാവും, നേരത്തെ പറഞ്ഞ പോലെ. അതുകൊണ്ട് കുടുംബത്തെ നശിപ്പിക്കുന്ന അത്തരം തെറ്റുകളിലേക്ക് പോവാതിരിക്കുക, അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. ക്ഷമയാണ് വേണ്ടത് എല്ലാ ബന്ധങ്ങൾക്കുള്ളിലും. താത്ത എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള കൃത്യമായ ഉത്തരം അത് നമ്മൾ സാക്ഷാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. പെണ്ണുങ്ങൾക്ക് പകുതി ബുദ്ധിയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കറിയാമായിരുന്നു നീ എന്റെ അടുത്ത് തന്നെ വരുമെന്ന്. എല്ലാ ബന്ധങ്ങൾക്കുള്ളിൽ ക്ഷമയാണ് വേണ്ടത്. ആരാണ് ക്ഷമിക്കേണ്ടത്? അത് സ്ത്രീകളാണ് ക്ഷമിക്കേണ്ടത്. അങ്ങനെ വിട്ടൂടാ. പനിയായി ജലദോഷം പിടിച്ച് ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വരുമ്പോ, അസുഖം വന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വരുമ്പോ ഈ സാരിന്റെയും ചുരിദാറിന്റെയും ഡ്രസ്സിന്റെയും കണ്ണിന്റെയും മൂക്കിന്റെയും ഭംഗി ഒരു പക്ഷേ ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങളിൽ പറയാൻ മറന്നുപോയ ഇണയായിരിക്കും കൂടെ ഉണ്ടാവുക. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാന്, വാരി തരാന്, ബാത്റൂമിൽ പോയി കുളിപ്പിക്കാന്, ഒരു അറപ്പും വെറുപ്പും കൂടാതെ നമ്മളെ സംരക്ഷിക്കാന് അയാളെ ഉണ്ടാവുള്ളൂ. ഫോണിന്റെ അപ്പുറത്ത് ചാറ്റ് ചെയ്ത മനുഷ്യൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. സ്വന്തം സമാജത്തിന് തന്നെ പാര വെച്ചിട്ട് കരയരുത് വിശാലം, മേക്കപ്പ് ഇളകും. ഇങ്ങനെ സങ്കല്പിച്ച ഒരു കഥ പറയുമ്പോൾ നമ്മൾ ഇസ്ലാമിനെ കുറിച്ചാണല്ലോ പറയുന്നത്. ഇസ്ലാമിന്റെ കുടുംബജീവിതത്തിൽ സ്ത്രീയുടെയും പിന്നെ സ്ഥാനത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ട് പോകണം. ഒന്ന്, ഈ ഭാര്യ ഭർത്തൃബന്ധത്തിൽ ഭാര്യ ഭർത്താവിന് മാത്രം ആലോചിച്ചും ഭർത്താവിന് മാത്രം വേണ്ടി കാവലിരുന്നും ജീവിക്കേണ്ടുന്നതിന്റെ മറ്റുള്ളതെല്ലാം ഹറാമാകുന്നതിന്റെ കഥ പറയുമ്പോൾ ഭർത്താവിനെ സംബന്ധിച്ച് 4 ഭാര്യമാർ വരെ ആവാം എന്നാണ് ഔദ്യോഗിക കണക്ക്. 4 ഭാര്യമാർ വരെ ഭാര്യമാരായിട്ട്, ഔദ്യോഗിക ഭാര്യമാരായിട്ട് 4 ഭാര്യമാരാവാം. പിന്നെ പട്ടായയിലേക്ക് പോകുമ്പോ വേറെ ഒരു ഭാര്യ ആവാം, സൗദി അറേബ്യയിലേക്ക് പോകുമ്പോൾ വേറെ ഒരു ഭാര്യ ആവാം, താൽക്കാലികമായിട്ടുള്ള ഭാര്യമാര്. ഞാൻ അതൊന്നും ഇല്ലാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട, സഹോദരി വരണ്ട. സൗദി അറേബ്യയിൽ നിന്ന് ബഹ്റൈനിൽ പോകാനോ സൗദി അറേബ്യയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്കോ ന്യൂസിലാൻഡിലേക്കോ യാത്ര പോകാനോ താൽക്കാലികമായിട്ട് കല്യാണം നടത്തുന്ന ഏർപ്പാട് ഇപ്പോഴും സൗദി അറേബ്യയിൽ പോലും ഉണ്ട്. അത് ഇസ്ലാമികമാണ്. മുത്തഅ മാരേജ് ഇപ്പോഴും പല പ്രദേശങ്ങളിലും വ്യാപകമാണ്. ഈ ട്രാവൽ മാരേജുകൾ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിൽ ഇപ്പോഴും ആക്റ്റീവാണ്. അപ്പം ഭർത്താവിന് യാത്ര പോകുമ്പോൾ അവിടെ വേറെ ഭാര്യ, പക്ഷെ ഭാര്യ ഭർത്താവിന് മാത്രം ആലോചിച്ചിരിക്കണം. ഇതാണ് ഇത്. പരസ്പരമുള്ള വിശ്വാസം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെടുകയും പരസ്പരം രണ്ടുപേർക്കും ഉണ്ടാവേണ്ടുന്ന ഉത്തരവാദിത്വമോ ഒന്നുമല്ല ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ. ഈ പിന്നെ പാതിവൃത്യം എന്ന് പറഞ്ഞ സാധനം അല്ലെങ്കിൽ വിശ്വാസ്യത എന്ന് പറഞ്ഞ സാധനം ഭർത്താവിനോട് ഭാര്യയ്ക്ക് ഉണ്ടാവേണ്ടതാണ്. ഭർത്താവിന്റെ കാര്യത്തിൽ തൽക്കാലം എന്ത് ചെയ്യേണ്ട, ഭാര്യ ഇടപെടേണ്ടതില്ല. ഈ അടുത്ത് ഭർത്താവ് 2ാം വിവാഹം കഴിച്ചത് 1ാം ഭാര്യയുടെ അനുവാദം ഇല്ലാതെ കഴിച്ചു എന്നോ അല്ലെങ്കിൽ പിന്നെ അവരറിയാതെ കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞൊരു കേസ് വന്നതും ഈ ന്യൂസ് വന്നതും ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ ഭർത്താക്കന്മാർക്ക് ഈ പ്രശ്നമൊന്നുമില്ല. ഭർത്താക്കന്മാർക്ക് ഇങ്ങനെ 4 ഭാര്യമാർ, ഔദ്യോഗികമായ 4 ഭാര്യമാർ, ടെമ്പററി ഭാര്യമാരുടെ സംവിധാനം വേറെ. മുഹമ്മദ് നബിയുടെ കാലം മുതലുള്ള കുടുംബജീവിതം പഠിപ്പിക്കുകയാണെങ്കിൽ ആവശ്യത്തിന് അടിമ സ്ത്രീകൾ വേറെ. ഇങ്ങനെ ഭർത്താവിന് ഈ തരത്തിലുള്ള യാതൊരു ഈ പാതിവൃത്യത്തിന്റെയോ അല്ലെങ്കിൽ പിന്നെ പരസ്പര വിശ്വാസത്തിന്റെയോ ഹറാമിന്റെയോ ഒന്നും പേടിക്കേണ്ട. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതേപോലെയുള്ള മണ്ടത്തരങ്ങൾ എഴുന്നള്ളിക്കും. അത് മുഹമ്മദ് നബിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഈ സ്ത്രീകൾക്ക് പകുതി ബുദ്ധിയുള്ളൂ പുരുഷൻ്റേതിൽ എന്ന് കൃത്യമായിട്ട് ഹാഫ് ദ ഇൻ്റലിജൻസ് ഓഫ് എ മാൻ എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ താത്ത ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ആളുകളായതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ആവട്ടെ ഇനി അടുത്ത പ്രസംഗം എന്ന് ഒന്നുകൂടെ പറയുകയാണ്. അപ്പൊ അതില് നിങ്ങൾ അള്ളാഹുവിനോട് നന്ദി പറയാ, അത് വലിയൊരു അനുഗ്രഹമായിട്ട് വിചാരിക്കുക. അപ്പോൾ പറഞ്ഞ പോലെ ജസാക്കഡിങ്ക ഖൈർ.